ലാവ്ലിൻ കേസിലെ സ്വകാര്യ ഹർജികൾ ഹൈക്കോടതി തള്ളി. സിബിഐ ഹർജികൾ മാത്രമേ നിലനിൽക്കൂവെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. പുതുതായി ഒരു രേഖയും ഹാജരാക്കാൻ ഇടപെടൽ ഹർജി നൽകിയവർക്കൊന്നും അവകാശമില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ക്രൈം നന്ദകുമാർ, KM ഷാജഹാൻ തുടങ്ങി 4 പേർ സമർപ്പിച്ച ഹർജികൾ തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് കമാൽ പാഷയുടെ സുപ്രധാന വിധി. കേസിൽ ഒരു ബന്ധവുമില്ലാത്തവർക്ക് കേസിൽ കക്ഷി ചേരാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. മാത്രവുമല്ല, പുതിയ രേഖകളോ തെളിവുകളോ ഇനി വിചാരണ കോടതിയിൽ പോലും ഹാജരാക്കാനാവില്ല. CBI നടത്തിയ അന്വേഷണം തൃപ്തികരമല്ലെന്ന വാദം ഇവർ ഒരു ഘട്ടത്തിലും ഉന്നയിച്ചിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിചാരണ കോടതിയിൽ CBI സമർപ്പിച്ച കുറ്റപത്രത്തെയും ഇവർ ചോദ്യം ചെയ്തിട്ടില്ല. എല്ലാ രേഖകളും തെളിവുകളും വിചാരണ കോടതിക്ക് മുന്നിൽ വന്നതാണ്. ഈ തെളിവുകൾ പരിശോധിച്ച ശേഷമാണ് കോടതി കുറ്റപത്രം നൽകിയതും വിചാരണയ്ക്ക് പോലും ആവശ്യമായ തെളിവുകളില്ലെന്ന് കണ്ട് കുറ്റവിമുക്തരാക്കിയതും. ഈ സാഹചര്യത്തിൽ പുതിയ തെളിവുകളൊന്നും സ്വീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഹർജി തള്ളുകയായിരുന്നു. കേസിൽ ഹാജരായ മുതിർന്ന അഭിഭാഷകൻ MK ദാമോദരനും CBI അഭിഭാഷകൻ P ചന്ദ്രശേഖരപിള്ളയും ഹർജിക്കാരുടെ വാദത്തെ എതിർത്തു. ഹർജിക്കാരുടേത് അനാവശ്യ ഇടപെടലുകളാണെന്നും ആവശ്യം നിയമപരമല്ലെന്നും മുൻ സുപ്രീം കോടതി വിധികൾ ചൂണ്ടിക്കാട്ടി അഡ്വക്കേറ്റ് MK ദാമോദരൻ വാദിച്ചു. ഹർജിക്കാർ മുന്നോട്ട് വയ്ക്കുന്ന രേഖകൾ അനാവശ്യ രേഖകളാണെന്നായിരുന്നു CBI അഭിഭാഷകന്റെ നിലപാട്. ഈ വാദങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ടാണ് കക്ഷിചേരൽ ഹർജികൾ കോടതി തള്ളിയത്. റിവിഷൻ ഹർജിയിൽ അന്തിമവാദത്തിന് സാവകാശം തേടിക്കൊണ്ടുള്ള CBIയുടെ ഹർജി കോടതി അംഗീകരിച്ചു. കേസിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ പരംജിത് സിംഗ് പട്വാലിക്ക് ഹാജരാകുന്നതിനു വേണ്ടിയാണ് കേസ് 2 മാസത്തേക്ക് മാറ്റിവെക്കണമെന്ന് CBI ആവശ്യപ്പെട്ടത്. നിയമകാര്യ ലേഖകൻ PP താജുദ്ദീനൊപ്പം സാലി മുഹമ്മദ്, കൊച്ചി. വിഴിഞ്ഞം പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും പദ്ധതിയിൽ ആശങ്ക വേണ്ടെന്നും അദാനി പോർട്സ് CEO കരൺ അദാനി. നിശ്ചിത സമയത്ത് തന്നെ പദ്ധതി പൂർത്തിയാക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, തുറമുഖ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരുമായും കരൺ കൂടിക്കാഴ്ച നടത്തി. പദ്ധതിയിൽ മുൻ സമീപനം തുടർന്ന് മുന്നോട്ടു പോകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുയരുന്ന ആശങ്കകൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് അദാനി ഗ്രൂപ്പ് CEO കരൺ അദാനി മുഖ്യമന്ത്രി പിണറായി വിജയൻ, തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയത്. പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം അദാനി ഗ്രൂപ്പുമായി നടത്തിയ ആദ്യ കൂടിക്കാഴ്ച കൂടിയായിരുന്നു ഇത്. പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും ആർക്കും ഇതിൽ ആശങ്ക വേണ്ടെന്നും കരൺ അദാനി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമാക്കി. I had a good discussion with CM, Honorable CM, and there was no discussion. It was more to assure that we are there in Vizinjam and we are going to continue in Vizinjam and we will complete the project as per what we have originally committed to the state. Everything is going smoothly. The government is helping us a lot and there is a good coordination happening between the government. So there is no other pending issues which we think that needs to be flagged off at his level right now. പുതിയ സർക്കാർ തങ്ങൾക്ക് വലിയ പിന്തുണ നൽകുന്നുണ്ടെന്നും കരൺ അദാനി വ്യക്തമാക്കി. 1000 ദിവസം കൊണ്ട് തന്നെ പദ്ധതി പൂർത്തിയാക്കുമെന്നതിൽ സംശയമില്ല. നിലവിൽ വിഴിഞ്ഞം പദ്ധതിയുടെ കരാറിൽ ഇതുവരെ മാറ്റമുണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുളച്ചിൽ തുറമുഖ പദ്ധതി ഏറ്റെടുക്കാൻ ഉദ്ദേശമില്ലെന്നും കരൺ വ്യക്തമാക്കി. അതേസമയം മുൻ സമീപനത്തിൽ നിന്നുകൊണ്ട് തന്നെ സർക്കാർ വിഴിഞ്ഞം പദ്ധതിയിൽ മുന്നോട്ടു പോകുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. അതായത് ഞങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങളുടെ ഒരു സമീപനം സ്വീകരിച്ചതിന് മുന്നേ അതിൽ നിന്നുകൊണ്ടുള്ള ചില കാര്യങ്ങളെ മുന്നോട്ട് പോകുള്ളൂ. അതല്ലാതെ ഞങ്ങൾ ആദ്യമേ ഇതിനൊന്നും മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴത്തെ കൂടിക്കാഴ്ച സൗഹാർദ്ദപരമായിരുന്നുവെന്നും പദ്ധതിയിൽ തുടർ ചർച്ചകൾ നടക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹരിപ്പാട്, വയനാട് മെഡിക്കൽ കോളേജുകൾ നിർമ്മിക്കുന്നതിനായി നൽകിയ കൺസൾട്ടൻസി കരാറിൽ ക്രമക്കേട് നടന്നതായി പ്രാഥമിക നിഗമനം. കരാർ നൽകിയതിൽ ക്രമക്കേടിനെപ്പറ്റി അന്വേഷണം നടത്താൻ പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തോട് മന്ത്രി G സുധാകരൻ നിർദ്ദേശിച്ചു. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. ഹരിപ്പാട്, വയനാട് മെഡിക്കൽ കോളേജുകൾ പണിയുന്നതിനായുള്ള കൺസൾട്ടൻസി കരാർ നൽകിയതിൽ ക്രമക്കേട് നടന്നതായിട്ടാണ് പ്രാഥമികമായുള്ള വിലയിരുത്തൽ. കുറഞ്ഞ തുക കോട്ട് ചെയ്ത ആൻസൺ എന്ന കമ്പനിയെ ഒഴിവാക്കി കൂടിയ തുക ടെൻഡറിൽ നൽകിയ RT Max എന്ന കമ്പനിക്ക് കൺസൾട്ടൻസി കരാർ നൽകിയെന്നതാണ് പരാതിക്കാരുടെ ആരോപണം. ആൻസൺ 1.38% കോട്ട് ചെയ്തപ്പോൾ 2.94% RT Max കോട്ട് ചെയ്തത്. എന്തുകൊണ്ടാണ് ഇപ്രകാരം കൂടിയ തുക കോട്ട് ചെയ്ത കമ്പനിക്ക് കൺസൾട്ടൻസി കരാർ നൽകിയത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ജീവരാജിനോട് മന്ത്രി G സുധാകരൻ നിർദ്ദേശിച്ചത്. എത്രയും വേഗം വകുപ്പുതല വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ താൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായി G സുധാകരൻ പറഞ്ഞു. വാർത്ത ഇങ്ങനെ വന്നപ്പോൾ ഇതെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രതികരണമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അങ്ങനെ പ്രതികരണം നടത്തേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അദ്ദേഹത്തെ പറ്റിയല്ലോ അന്വേഷണം ഉത്തരവിട്ടത്. അപ്പം ഭൂമി എടുത്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടത് റവന്യൂ വകുപ്പല്ലേ. പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ മറ്റ് ആസ്പെക്റ്റൊക്കെ നോക്കേണ്ടത് ആരോഗ്യ വകുപ്പല്ലേ. സർക്കാരിന് പണം കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ധനകാര്യ വകുപ്പല്ലേ. അവരുടെ പരിശോധനയിൽ അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി, അതിൽ കയറി ഇടപെടേണ്ട കാര്യം എന്താ?
ഈ കൺസൾട്ടൻസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അന്നത്തെ PW മന്ത്രിയല്ലേ പറയാം, അദ്ദേഹം വേണ്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കണം, ഞങ്ങളാരും ഏൽപ്പിച്ചതല്ല ഉത്തരവാദിത്വം. സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമിയിൽ ബിൽഡിംഗ് വെച്ച് നൽകാനുള്ള ചുമതല സർക്കാരിന് തന്നെയാണെങ്കിലും ഹരിപ്പാട് മെഡിക്കൽ കോളേജിൻ്റെ നടത്തിപ്പ് ചുമതല സ്വകാര്യ മുതലാളിമാരുടെ ഗ്രൂപ്പിനായിരുന്നു. ഈ സംവിധാനത്തിനെതിരെ വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ പരാതി വിജിലൻസിന് കൈമാറിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പൊതുജനങ്ങളുടെ പരാതിക്ക് 30 ദിവസത്തിനകം പരിഹാരമെന്ന് മുഖ്യമന്ത്രി. അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും. LDF സർക്കാർ രാഷ്ട്രീയ പകപോക്കലിനില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സെൻകുമാർ വിഷയത്തിൽ വിവാദത്തിനില്ല. സെൻകുമാറിനെക്കുറിച്ച് പറഞ്ഞാൽ പലതും വെളിപ്പെടുത്തേണ്ടി വരുമെന്നും പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ സാമ്പത്തിക നില ഭദ്രമല്ല. 1,54,057 കോടി രൂപയാണ് മൊത്തം കടം. 2,000 കോടിയോളം രൂപ ക്ഷേമ പെൻഷൻ ഇനത്തിൽ കുടിശ്ശികയുമുണ്ട്. എങ്കിലും ഭാവി അന്ധകാരം നിറഞ്ഞതാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിസന്ധികൾ മറികടക്കാൻ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കും. പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പരാതികളിൽ 30 ദിവസത്തിനകം പരിഹാരമുണ്ടാക്കും. ജില്ലാതലങ്ങളിലുള്ള പരാതികൾ പരിഹരിക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഉയർന്നുവരുന്ന എല്ലാ പരാതികളിലും മുന്നിലെത്തുന്ന പ്രശ്നങ്ങളിലും 30 ദിവസത്തിനുള്ളിൽ സർക്കാർ തലത്തിൽ തീർപ്പുണ്ടാക്കാനുള്ള സംവിധാനവും സൃഷ്ടിക്കും. മുല്ലപ്പെരിയാറിൽ തമിഴ്നാടുമായി സംഘർഷത്തിനില്ല. ഡാമിന് ബലക്ഷയമുണ്ടോ എന്ന് പരിശോധിക്കാൻ തമിഴ്നാടിന്റെയും കേന്ദ്രത്തിന്റെയും സഹായം വേണം. ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര വിദഗ്ധ സമിതിയുടെ സേവനം പരിശോധിച്ചു വരികയാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിലവിൽ സർവകക്ഷി യോഗത്തിന്റെ ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LNG പദ്ധതി ഒഴിച്ചുകൂടാനാവില്ല. എല്ലാവരുടെയും സഹകരണത്തോടെ പദ്ധതി പൂർത്തീകരിക്കും. സെൻകുമാർ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല. പറയേണ്ടി വന്നാൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വേണ്ടിവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിനെപ്പറ്റിയൊരു പരസ്യ വിവാദത്തിലേക്ക് പോകേണ്ടതില്ലല്ലോ. ഞാനിപ്പോൾ അതിലേക്ക് അങ്ങനെ പോകുന്നില്ല. പോയാൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരും. അത് ആ വെളിപ്പെടുത്തൽ ഞാനില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പോകാത്തത്. വിലക്കയറ്റവും അഴിമതിയും തടയുന്നതിനുള്ള ശക്തമായ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അഴിമതി കേസുകളിൽ ആരോടും രാഷ്ട്രീയ പകപോക്കൽ ഉണ്ടാവില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. അതല്ലെങ്കിൽ തിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗ്രൂപ്പ് ഭേദമന്യേ സുധീരനെതിരെ പടയൊരുക്കം ശക്തമാകുന്നു. സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ചയാളാണ് സുധീരനെന്ന് സോണിക്ക് മുമ്പാകെ തിരുവഞ്ചൂർ പറഞ്ഞു. അതിനിടെ സുധീരനോടും ഉമ്മൻചാണ്ടിയോടും ചെന്നിത്തലയോടും 3 ദിവസത്തിനകം ദില്ലിയിലെത്താൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് VM സുധീരനെ മാറ്റണമെന്ന നിലപാട് AI ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിൽ ശക്തമാക്കിയതോടെയാണ് ഉമ്മൻചാണ്ടി, VM സുധീരൻ, രമേശ് ചെന്നിത്തല എന്നിവരെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചത്. 3 നേതാക്കളും നാളെ തന്നെ ദില്ലിയിലെത്താനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. സുധീരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായമെന്ന് A ഗ്രൂപ്പ് ദൂതനായി എത്തിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സോണിയാഗാന്ധിയെ അറിയിച്ചിരുന്നു. ഗ്രൂപ്പുകളെ ഇല്ലാതാക്കാൻ ഹൈക്കമാൻഡ് നിയോഗിച്ച സുധീരൻ സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെന്നും A ഗ്രൂപ്പ് പ്രതിനിധിയായ തിരുവഞ്ചൂർ ഹൈക്കമാൻഡിനെ അറിയിച്ചു. ഈ ഇലക്ഷന് ശേഷം എൻ്റെ ഒരു അസസ്മെൻ്റ് ഉണ്ട്. ആ അസസ്മെൻ്റ് ഡൽഹിയിൽ അറിയിക്കണം എന്നാഗ്രഹിച്ചു. ആ കാര്യങ്ങൾ ഡൽഹിയിൽ അറിയിച്ചു. എൻ്റെ ലീഡർഷിപ്പിനെ ആ വിവരം അറിയിച്ചു. KPCC നേതൃത്വം ശൂന്യതയിലാണെന്നും അടിയന്തര നേതൃമാറ്റത്തിനായി ഹൈക്കമാൻഡ് ഇടപെടണമെന്നുമാണ് A ഗ്രൂപ്പ് നിലപാട്. ഉമ്മൻചാണ്ടിയും ഇതേ ആവശ്യം ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നതായാണ് സൂചന. കൂടാതെ നേതൃമാറ്റ ആവശ്യം ചർച്ച ചെയ്തില്ലെന്ന സുധീരന്റെ നിലപാട് തള്ളി MM ഹസനും രംഗത്തെത്തി. അല്ല, അദ്ദേഹം മാറ്റണമെന്ന് യോഗത്തിൽ ചർച്ച ഉണ്ടായില്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും KPCC നേതൃയോഗത്തിലുയർന്ന നേതൃമാറ്റ ആവശ്യം A ഗ്രൂപ്പ് ദൂതനായി എത്തിയ തിരുവഞ്ചൂർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മുഖം മിനുക്കലല്ല, നേതൃസ്ഥാനത്തെ അഴിച്ചുപണിയാണ് വേണ്ടതെന്നാണ് A ഗ്രൂപ്പ് നിലപാട്. തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിയമസഭാ കക്ഷി നേതൃപദവി ഉമ്മൻചാണ്ടി ഒഴിഞ്ഞ സാഹചര്യത്തിൽ KPCC അധ്യക്ഷ പദം VM സുധീരനും ഒഴിയണമെന്നാണ് AI ഗ്രൂപ്പുകളുടെ നിലപാട്. എന്നാൽ ചർച്ചയിലൂടെ സമവായത്തിലെത്താമെന്ന പ്രതീക്ഷയിലാണ് ഹൈക്കമാൻഡ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കായിക മന്ത്രി EP ജയരാജനെതിരെ പരാതിയുമായി സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജ്. ജയരാജൻ തന്നെ അധിക്ഷേപിച്ചുവെന്നാണ് അഞ്ജുവിന്റെ പരാതി. എന്നാൽ അഞ്ജു ബോബി ജോർജ് തന്നെക്കുറിച്ച് പരാതി പറഞ്ഞതായി അറിയില്ലെന്ന് മന്ത്രി EP ജയരാജൻ പ്രതികരിച്ചു. അതേസമയം അഞ്ജു ബോബി ജോർജിനെ EP ജയരാജൻ അധിക്ഷേപിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കി. കൗൺസിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനെത്തിയ തന്നോട് മന്ത്രി രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തെന്നായിരുന്നു സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റും ഒളിമ്പ്യനുമായ അഞ്ജു ബോബി ജോർജിന്റെ പരാതി. ഇക്കാര്യം മുഖ്യമന്ത്രിയോട് ഉന്നയിച്ചതായും അഞ്ജു പറഞ്ഞു. നിങ്ങളൊക്കെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ നോമിനേറ്റഡ് ആൾക്കാരാണ്. നിങ്ങൾ ചെയ്തതെല്ലാം തെറ്റാണ്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം പാർട്ടി വിരുദ്ധമാണ്. നിങ്ങളെല്ലാവരും ഒറ്റ സ്പോർട്സുകാരില്ല ബോർഡിൽ, എല്ലാവരും പാർട്ടിയുടെ ആൾക്കാരാണ്.
പിന്നെ എങ്ങനെയാണ് കേരള കൗൺസിൽ പ്രസിഡന്റ് ഫ്ലൈറ്റ് ഫെയർ അവൈൽ ചെയ്യുന്നത്, ഇതൊക്കെ ഞാനതൊക്കെ സ്റ്റോപ്പ് ചെയ്യും. എന്നാൽ അഞ്ജു ബോബി ജോർജ് തന്നെക്കുറിച്ച് പരാതി പറഞ്ഞതായി അറിയില്ലെന്ന് മന്ത്രി ഇ പി ജയരാജൻ പ്രതികരിച്ചു. അഞ്ജു തന്നെ ഓഫീസിൽ വന്ന് കണ്ടിരുന്നു. സന്തോഷത്തോടെയാണ് പിരിഞ്ഞതെന്നും എന്തുകൊണ്ടാണ് തനിക്കെതിരെ പരാതി ഉന്നയിച്ചതെന്ന് അറിയില്ലെന്നും മന്ത്രി പറഞ്ഞു. അത് അവർ പറയാൻ സാധ്യതയില്ലെന്നാണ്. വളരെ സന്തോഷത്തോട് അവരെൻ്റെ ഓഫീസിൽ വന്നിരുന്നു. വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ച് വർത്തമാനം പറഞ്ഞിട്ടാണ് പിരിഞ്ഞുപോയത്. വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കായികമന്ത്രിയെ പിന്തുണച്ചു. അഞ്ജു ബോബി ജോർജിനെ ഇ പി ജയരാജൻ ആക്ഷേപിച്ചിട്ടില്ലെന്നും വിമാനയാത്രയെക്കുറിച്ച് മാത്രമാണ് ചോദിച്ചതെന്നും പിണറായി വിജയൻ പറഞ്ഞു. അതെ, പറഞ്ഞ കാര്യം അവര് വിമാനം ഉപയോഗിക്കുന്നതിനെ പറ്റി എടുത്ത തീരുമാനത്തെക്കുറിച്ചാണ്. അതെങ്ങനെയാണ് അവമര്യാദയായി പെരുമാറുക എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യം ഇതാണ്, അവർ വിമാനം ഉപയോഗിക്കുന്നതിനെ പറ്റി ചോദിച്ചു എന്ന് ഈ മന്ത്രി ചോദിച്ചു എന്നുള്ളത്. അഞ്ജു തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്. അഞ്ജു ബോബി ജോർജിനെ കുറിച്ച് കെ സുധാകരന്റെ അബദ്ധ പ്രസ്താവന. അഞ്ജു ബോബി ജോർജ് ജിമ്മി ജോർജിന്റെ ഭാര്യ എന്നായിരുന്നു കെ സുധാകരന്റെ പ്രസ്താവന. ഇ പി ജയരാജനെ വിമർശിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു സുധാകരന്റെ പ്രസ്താവന. അഞ്ജു ബോബി ജോർജ് എന്ന് പറയുന്ന കായിക താരം ഇന്ത്യയുടെ മഹത്തായ കായിക പാരമ്പര്യത്തിന്റെ ഏറ്റവും വലിയ വളർച്ചയുടെയും അഭിമാനത്തിന്റെയും പശ്ചാത്തലം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു കായിക താരമാണ് അഞ്ജു ബോബി ജോർജ്. ആർക്കറിയാത്തത് അഞ്ജുവിനെ? അഞ്ജു മാത്രമല്ല, അഞ്ജുവിൻ്റെ ഭർത്താവ് ജിമ്മി ജോർജിൻ്റെ കുടുംബം എല്ലാം കായിക രംഗത്ത് ജീവിതമർപ്പിച്ചവരാണ്. സ്പോർട്സ് കൌൺസിലിലെ നിയമനങ്ങളെക്കുറിച്ചും ഫണ്ട് വിനിയോഗങ്ങളെക്കുറിച്ചും സമഗ്ര അന്വേഷണം വേണമെന്ന് കെ ബി ഗണേഷ് കുമാർ MLA. കൌൺസിലിലെ ദൂർത്ത് ഒഴിവാക്കേണ്ടതാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. മന്ത്രി ഇ പി ജയരാജൻ ആളുകളോട് മോശമായി പെരുമാറിയെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സ്പോർട്സ് മന്ത്രി എന്തുകൊണ്ട് പറഞ്ഞു അദ്ദേഹത്തിന് അഴിമതി ഉണ്ടെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു സൂചന കിട്ടാതെ അദ്ദേഹം അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും സ്പോർട്സ് വകുപ്പിലെ ചെലവുകളെക്കുറിച്ച്, നിയമനങ്ങളെക്കുറിച്ച്, കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ നിയമനങ്ങളെക്കുറിച്ച്, സ്പോർട്സ് വകുപ്പിലെ ഫണ്ട് എങ്ങനെ വിനിയോഗിച്ചു എന്നതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ജയരാജൻ രാഷ്ട്രീയ വേദികളിൽ വളരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കാറുണ്ടെങ്കിലും വ്യക്തിപരമായി പരിചയപ്പെടുന്ന ആളുകളോട് വളരെ മാന്യമായിട്ട് പെരുമാറുന്ന വളരെ സൗഹൃദത്തോടെ പെരുമാറുന്ന ഒരാളായിട്ടാണ് ജയരാജനെ പറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിന് തുരങ്കം വയ്ക്കുന്നതാണ് മോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിലെ ഇൻഡോ US സംയുക്ത പ്രസ്താവനയെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. മോദി സർക്കാരിന്റെ 2 വർഷത്തെ ഭരണം നിരാശാജനകമാണെന്നും യെച്ചൂരി പറഞ്ഞു. ചരക്ക് സേവന നികുതി ബില്ലിന്റെ കാര്യത്തിൽ പാർട്ടി നിലപാടിൽ മാറ്റമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മോഡി സർക്കാരിന്റെ 2 വർഷത്തെ പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ട് CPIM പുറത്തിറക്കിയ 2 സാൽ ജനതാ ബേഹാൽ എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സീതാറാം യെച്ചൂരി. വർഗീയ ധ്രുവീകരണം ശക്തമായ 2 വർഷമാണ് കടന്നുപോയതെന്ന് യെച്ചൂരി പറഞ്ഞു. തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിച്ച് അധികാരം പിടിക്കാനാണ് മോഡി സർക്കാർ ശ്രമിക്കുന്നത്. ഇതിനുള്ള ഉദാഹരണമാണ് ഉത്തരാഖണ്ഡ് നിയമസഭ പിരിച്ചുവിട്ട നടപടി. പാർലമെന്റിന് പോലും വില നൽകാതെ തന്നിഷ്ടപ്രകാരമാണ് പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞി പദ്ധതി പോലും മോഡി സർക്കാർ അട്ടിമറിച്ചു. മോഡിയുടെ അമേരിക്കൻ സന്ദർശന വേളയിലെ ഇന്തോ US സംയുക്ത പ്രസ്താവനയുടെ ഉള്ളടക്കം ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിന് തുരങ്കം വയ്ക്കുന്നതാണെന്നും യെച്ചൂരി പറഞ്ഞു. ചരക്ക് സേവന നികുതി സംബന്ധിച്ച് പാർട്ടി നിലപാടിൽ മാറ്റമില്ല. ബില്ലിലെ ചില നിർദ്ദേശങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ സർവകക്ഷി യോഗം വിളിച്ച് പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുകയാണ് വേണ്ടതെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു. Why has the Modi government abandoned the age-old practice in India, Indian parliamentary democracy, of convening an all-party meeting on important legislations? വിവിധ മേഖലകളിലെ മോഡി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയാണ് പുസ്തകത്തിൽ വിലയിരുത്തുന്നത്. പുസ്തക പ്രകാശന ചടങ്ങിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മതങ്ങളുടെ വക്താക്കളായി പ്രവർത്തിക്കുന്നവരിൽ ചിലർ വർഗീയതയുടെ വിദ്വേഷ വിഷം സമൂഹത്തിൽ പ്രസരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതാതീത ആത്മീയതയുടെയും പ്രചാരകനും ആചാര്യനുമായ ശ്രീ എമ്മിന് തിരുവനന്തപുരത്ത് നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആൾദൈവങ്ങളുടെ വഴിയായിരുന്നില്ല ശ്രീ എമ്മിന്റേതെന്നും ശ്രീ എം അനുയായികളെയും ശിഷ്യന്മാരെയും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. മതമൈത്രിയുടെ സന്ദേശമുയർത്തി കന്യാകുമാരി മുതൽ കശ്മീർ വരെ ശ്രീ എം നടത്തിയ പദയാത്രയുടെ ഭാഗമായിരുന്നു തിരുവനന്തപുരത്തെ സ്വീകരണ ചടങ്ങ്. മഹാത്ഭുതം അദ്ദേഹം കാട്ടുന്നുണ്ട്. മനുഷ്യൻ ഒന്നാണെന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നുണ്ട്. ആ സന്ദേശം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. മാവേലി സ്റ്റോറുകളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് നടപടികളെടുക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി പി തിലോത്തമൻ. വിലക്കയറ്റവും പൂഴ്ത്തിവയ്പും തടയാൻ താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പ്രധാന മാർക്കറ്റുകളിൽ മിന്നൽ പരിശോധന നടത്തും. അരുവിയിലെ
വില നിയന്ത്രിക്കാനായി മൊത്ത വ്യാപാരികളും ആന്ധ്രയിലെ മിൽ ഉടമകളുമായും ചർച്ച നടത്തും. സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി വിലക്കയറ്റം സൃഷ്ടിക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. 14ാം നിയമസഭയുടെ ആദ്യത്തെ സമ്പൂർണ്ണ സമ്മേളനം ജൂൺ 24 മുതൽ ജൂലൈ 19 വരെ ചേരുമെന്ന് സ്പീക്കർ പി. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. ജൂലൈ 8-നാണ് ബജറ്റ് അവതരണം. പുതിയ നിയമസഭാ സാമാജികർക്കായി ഓറിയന്റേഷൻ ക്ലാസുകൾ ജൂൺ 16, 17 തീയതികളിൽ നടത്തുമെന്നും സ്പീക്കർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. മുൻ സ്പീക്കറും മന്ത്രിയുമായിരുന്ന ടി.എസ്. ജോൺ അന്തരിച്ചു. ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കേരള കോൺഗ്രസ് സെക്യുലർ ചെയർമാനായിരുന്ന ടി.എസ്. ജോൺ കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. എ.കെ. ആന്റണിയുടെയും പി.കെ. വാസുദേവൻ നായരുടെയും മന്ത്രിസഭകളിൽ അംഗമായിരുന്നു. കേരള കോൺഗ്രസിലെ പിളർപ്പിന് ശേഷം പി.ജെ. ജോസഫിനൊപ്പവും അതിനുശേഷം പി.സി. ജോർജിന്റെ കേരള കോൺഗ്രസ് സെക്യുലറിലുമായിരുന്നു. 1976 മുതൽ ഒരു വർഷക്കാലം സ്പീക്കറായിരുന്നു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സുവർണ ജൂബിലി സമ്മേളനത്തിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. ഞായറാഴ്ച നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ച് ചരിത്ര സാംസ്കാരിക പ്രദർശനവും നടക്കും. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സുവർണ ജൂബിലി സമ്മേളനത്തിനായി തലസ്ഥാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി. VJT ഹാളിൽ വൈകിട്ട് നടക്കുന്ന സമ്മേളനത്തിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രഥമ ഡോക്ടർ NM മുഹമ്മദ് അലി പുരസ്കാരം ഡോക്ടർ മുഹമ്മദിന് സമ്മാനിക്കും. തുടർന്ന് AKG ഹാളിലാണ് മറ്റ് സമ്മേളന നടപടികൾ പുരോഗമിക്കുക. പ്രതിനിധി സമ്മേളനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ വൈസ് പ്രസിഡന്റ് സുഭാഷിണി അലി ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച രാവിലെ നടക്കുന്ന സുഹൃത്ത് സമ്മേളനം VS അച്യുതാനന്ദനും തിങ്കളാഴ്ച വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനും ഉദ്ഘാടനം ചെയ്യും. KGOA സംസ്ഥാന സെക്രട്ടറി ജനറൽ TS രഘുലാൽ ഈ വർഗീയതയ്ക്കെതിരെയും അതേപോലെ അസഹിഷ്ണുതയ്ക്കെതിരെയും കേന്ദ്ര ഗവൺമെന്റ് പിന്തുടരുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുമുള്ള പ്രക്ഷോഭങ്ങളിൽ അണിചേരുന്നതും ഈ സമ്മേളനത്തിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകും. സമ്മേളനത്തോടനുബന്ധിച്ച് VJT ഹാളിൽ ചരിത്ര സാംസ്കാരിക പ്രദർശനവും നടക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിപണി വിലയേക്കാൾ കുറവിൽ ജനങ്ങൾക്ക് പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്ന ഹോർട്ടികോർപ്പ് വിപണന കേന്ദ്രങ്ങളിലേക്ക് ജനത്തിരക്ക് കൂടുന്നു. തീപൊള്ളുന്ന വിലവർദ്ധനവിന്റെ കാലത്ത് സർക്കാരിന്റെ വിപണിയിലെ ഇടപെടൽ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാവുകയാണ്. ആദായ വിൽപ്പനയെന്ന് ഈ കടയുടെ മുന്നിൽ നിന്നും ആരും വിളിച്ചു കൂവുന്നില്ലെന്നേയുള്ളൂ. എന്നാൽ ഇവിടെ വന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി മടങ്ങുന്നവർ മനസ്സിൽ 1000 വട്ടം ഇത് മന്ത്രിച്ചിട്ടുണ്ടാവും. 70 രൂപയുടെ പയറിന് 30 രൂപ, 100 രൂപ വിലയുള്ള മുളകിന് 47 രൂപ, 30 രൂപ വിലയുള്ള വെള്ളരിക്ക് 18 രൂപ. ഇങ്ങനെ ഒരു അടുക്കളയ്ക്ക് ആവശ്യമുള്ളതെല്ലാം കൈകൊള്ളാതെ ഇവിടെ കിട്ടും. സാധനങ്ങൾ വാങ്ങാനെത്തുന്ന ജനവും വളരെ ഹാപ്പിയാണ്. പുറത്തെ വിലയെ അപേക്ഷിച്ച് പകുതി വിലയൊക്കെ ഉള്ളൂ. നല്ല മലക്കറിയും കിട്ടുന്നുണ്ട്. അതിന് നല്ല വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്നു. വിപണിയിൽ സർക്കാർ ഇടപെട്ടു തുടങ്ങിയതോടെ സ്വകാര്യ പച്ചക്കറി ഉടമകളും സർക്കാർ വിലയ്ക്കൊപ്പം വില കുറയ്ക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.